DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 23 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: സംസ്ഥാനത്ത് മിനിമം മാർക്ക് സമ്പ്രദായം പുതിയ അധ്യയന വർഷം മുതൽ കൂടുതൽ ക്ലാസുകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. പുതിയ അധ്യയന വർഷത്തിൽ 5-6 ക്ലാസുകളിലാണ് മിനിമം മാർക്ക് രീതി ഏർപ്പെടുത്തുന്നത്. അടുത്ത വർഷം ഇത് 7ാം ക്ലാസ്സിലും നടപ്പാക്കും. 8ാം ക്ലാസ്സിലാണ് മിനിമം മാർക്ക് സമ്പ്രദായം ആദ്യം ആരംഭിച്ചത്. ഇത് 9, 10 ക്ലാസുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 5, 6, 7 ക്ലാസുകളിലും ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതായത് 2026-27 അധ്യയന വർഷം മുതൽ എല്ലാ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലും മിനിമം മാർക്ക് സമ്പ്രദായം പ്രാവർത്തികമാകും. 30% മാർക്ക് വേണം. നിലവിൽ 8ാം ക്ലാസ്സിലാണ് ഇത് നടപ്പിലാക്കിയത്. വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് നേടാനാകാത്ത വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തുന്നതാണ് രീതി. അവധിക്കാലത്ത് പ്രത്യേക പഠന പിന്തുണ പരിപാടികൾ നടപ്പിലാക്കിയതിനു ശേഷമാകും പുനഃപരീക്ഷ നടത്തുന്നത്. ഈ മാസം 25 മുതൽ 28 വരെയാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പുനഃപരീക്ഷ നടത്തുന്നത്. എന്നാൽ 30% മാർക്ക് നേടിയില്ലെങ്കിലും 9ാം ക്ലാസ് വരെ സ്ഥാനക്കയറ്റം തടയില്ല. അടുത്ത അറിയിപ്പ്: പുതുതായി വിപണിയിൽ പ്രചരിക്കുന്ന വ്യാജ 500 രൂപ നോട്ടുകളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം രാജ്യവ്യാപകമായി ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചു. DRI, FIU, CBI, NIA, സെബി തുടങ്ങിയ സുപ്രധാന സാമ്പത്തിക നിയന്ത്രണ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വ്യാജ നോട്ടുകൾ യഥാർത്ഥ നോട്ടുകളുമായി വളരെയധികം സാമ്യമുള്ളതാണെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. വ്യാജ 500 രൂപ നോട്ടുകൾ കാഴ്ചയിലും ഗുണമേന്മയിലും ഒറിജിനൽ നോട്ടുകൾക്ക് ഏറെക്കുറെ സമാനമായതിനാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. എന്നാൽ വ്യാജ നോട്ടുകളിൽ ഒരു ചെറിയ തെറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിൽ റിസർവ് എന്ന വാക്കിലെ ഇക്ക് പകരം എ എന്ന തെറ്റായാണ് ഇതിൽ അച്ചടിച്ചിരിക്കുന്നത്. ഈ സൂക്ഷ്മ പിശക് ശ്രദ്ധയിൽപ്പെട്ടാൽ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. അതിനാൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കുക. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ് വന്നിരിക്കുകയാണ്. ഇന്ന് ഒരു പവന് 2200 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 72,120 രൂപയായി. 1 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 9,015 രൂപയും നൽകണം. ഇന്നലെ 1 പവൻ സ്വർണത്തിന് 74,320 രൂപയും ഗ്രാമിന് 92,090 രൂപയുമായിരുന്നു വില. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്വർണത്തിന്റെ വില ഇന്ന് അല്പം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും സ്വർണം വാങ്ങാനിരിക്കുന്ന സാധാരണക്കാർക്ക് നിരാശ നൽകിയാണ് സ്വർണത്തിന്റെ അടുത്തിടെയുള്ള ഈ കുതിപ്പ്. ഇത്തരത്തിൽ സ്വർണ്ണവില കുതിക്കുകയാണെങ്കിൽ അടുത്തു തന്നെ പവന് 1 ലക്ഷം രൂപ വരെ എത്താമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ജ്വല്ലറികളിൽ ചെല്ലുമ്പോൾ പണിക്കൂലിയും GSTയുമെല്ലാം ഉൾപ്പെടെ 78,000 രൂപയോളം നമ്മൾ നൽകേണ്ടി വരും. അടുത്ത അറിയിപ്പ്: PM കിസാൻ സമ്മാൻ നിധിയിൽ മുൻപ് അംഗമായിരുന്നവർ തെറ്റായ വാർത്തകളൊക്കെ കണ്ട് PM കിസാൻ നിധിയിലെ അംഗത്വം സറണ്ടർ ചെയ്ത് പുറത്തു പോയവരുണ്ട്. കിസാൻ നിധിയിൽ രേഖപ്പെടുത്തിയ സ്ഥലം വിൽക്കാൻ കഴിയില്ല, പദ്ധതിയിൽ നിന്നും വാങ്ങിയ തുക മുഴുവൻ തിരിച്ചു നൽകേണ്ടി വരും. ഇത്തരത്തിലുള്ള കള്ളവാർത്തകളൊക്കെ കണ്ട് ഭയന്നാണ് പലരും പദ്ധതിയിൽ നിന്ന് പുറത്തുപോയത്. അത്തരത്തിൽ തെറ്റിദ്ധാരണകളൊക്കെ മൂലം പുറത്തുപോയവർക്ക് വീണ്ടും പദ്ധതിയിലേക്ക് മടങ്ങി വരാനുള്ള ഓപ്ഷൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. PM കിസാനിൽ നിന്ന് വോളണ്ടറി സറണ്ടർ ചെയ്ത് പുറത്തുപോയവർക്ക് PM കിസാന്റെ ഔദ്യോഗിക പോർട്ടലായ pmkisan.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ പുതുതായി ചേർത്തിരിക്കുന്ന സറണ്ടർ റിവോക്കേഷൻ റിക്വസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും നൽകി OTP നൽകി വീണ്ടും ആനുകൂല്യത്തിന് അർഹത നേടാം. അതിനാൽ തെറ്റായ വാർത്തകളൊക്കെ കണ്ട് പദ്ധതിയിൽ നിന്ന് പുറത്തു പോയവർക്ക് പദ്ധതിയിലേക്ക് വീണ്ടും വരുവാനുള്ള അവസരമാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതെല്ലാവരും വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.